ഗൈസ് നമ്മൾ കമ്പനികളെല്ലാം പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്, ധ്വനിയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്നാപ്ഡ്രാഗണിന്റെ ഫോണുള്ള അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറുള്ള ഫോണുകളായിരിക്കും ഏറ്റവും നല്ല ഫോണുകൾ. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണെങ്കിലും അതിൽ സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സർ ഉണ്ട്, എന്നാൽ അതെടുത്തോ നല്ല ഫോണാണെന്നും പറഞ്ഞ് നമുക്ക് ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്യും. സോ ഇതേ സാധനം തന്നെ കമ്പനികൾ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ ചീപ്പായിട്ടുള്ള സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, 20,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കും വളരെ ലോ പെർഫോമൻസ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറുകൾ വിറ്റ് ഒരു കമ്പനികൾ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. സോ സെയിം സാധനം തന്നെ ഇപ്പം നിങ്ങളൊരു 20,000 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു ഫോണാണെന്ന് കരുതുക. നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 രൂപ. ഈ 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിന്റെ ഒരു ഫോണും കിട്ടും, അതുമല്ല മീഡിയടെക് അല്ലെങ്കിൽ എപ്സിനോസ് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോണും കൂടി കിട്ടും. സോ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ഈ സ്നാപ്ഡ്രാഗൺ ആണോ മീഡിയടെക് ആണോ എന്നതിന് പകരം അതിന്റെ ആൻഡ്രോയിഡ് സ്കോർ എത്രയാണെന്ന് നോക്കുക. ഈ ആൻഡ്രോയിഡ് സ്കോർ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സറിന് എടുക്കാൻ പറ്റുന്ന ലോഡ് എത്രയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോറിയൊക്കെ ഉണ്ടല്ലോ, ഓരോ ലോറിക്കും ഓരോ ഇത്ര ടൺ കപ്പാസിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഈ പ്രോസസ്സറുകൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി നോക്കുന്ന ഒരു മാർക്കിംഗ് ആണ് ഈ ബെഞ്ച് മാർക്കിംഗ്. അപ്പൊ ഇതിലൊരു സ്കോർ ഉണ്ടാവും ഈ ആൻഡ്രോയിഡിൽ. അത് 10 ലക്ഷം ആകാം, 20 ലക്ഷം ആകാം, 30 ലക്ഷം ആകാം. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു ടൈമിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു 9 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തിന് മുകളിലോട്ടുള്ളത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഒരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു 7 ലക്ഷമെങ്കിലും മിനിമം എടുക്കുക. 7 ലക്ഷത്തിന് മുകളിൽ സ്കോർ വരുന്ന പ്രോസസ്സറുകൾ. അതിപ്പോൾ മീഡിയടെക് ആയാലും എപ്സിനോസ് ആയാലും സ്നാപ്ഡ്രാഗൺ ആയാലും സെയിം ആയിരിക്കും. കാരണം സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ തന്നെ ഇപ്പോൾ 20,000 രൂപയ്ക്ക് നിങ്ങളൊരു ഫോൺ മേടിക്കുകയാണെങ്കിൽ തന്നെ അതിൽ സ്നാപ്ഡ്രാഗണും വെച്ച് തരും, മീഡിയടെക്കും വെച്ച് തരും. എന്നിട്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്നാപ്ഡ്രാഗണിന്റെ ഒരു ഊള പ്രോസസ്സർ ആയിരിക്കും വെച്ചിരിക്കുക, അത് 20,000 രൂപയ്ക്കും വിൽക്കും. ചിലപ്പോൾ മീഡിയടെക്കിന്റെ വെച്ചിരിക്കുന്നത് ചിലപ്പോൾ നല്ല പ്രോസസ്സർ ആയിരിക്കും, പക്ഷെ എന്ത് ചെയ്യും, കസ്റ്റമർ എന്ത് ചെയ്യും, അത് മീഡിയടെക് എന്ന് പറഞ്ഞ് ചള്ളാണെന്നും കരുതി എന്ത് ചെയ്യും, കസ്റ്റമർ വിട്ടുകളയും. പക്ഷെ യഥാർത്ഥത്തിൽ ചിലപ്പം ഈ ഒരു മീഡിയടെക് ആയിരിക്കും നല്ല സ്കോറും നല്ല പെർഫോമൻസും ഉള്ള ഒരു പ്രോസസ്സർ. അത് എപ്പോഴും ചിന്തിക്കുക. അപ്പൊ നിങ്ങളൊരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും ഗൂഗിൾ എടുത്തിട്ട് ആൻഡ്രോയിഡ് സ്കോർ എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഏത് പ്രോസസ്സറാണോ ആ പ്രോസസ്സറിന്റെ പേര് അടിച്ചു കൊടുക്കുക. അപ്പൊ ആ സ്കോർ അവിടെ ഇങ്ങനെ നമ്മുടെ സ്ക്രീനിൽ വരും. അപ്പൊ അതിൽ ഏറ്റവും കൂടിയ സ്കോർ ഏതാണോ അതെടുക്കുക. കാരണം ഏറ്റവും കൂടിയ സ്കോറിനായിരിക്കും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഉണ്ടാകുക, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാകുക, നല്ല ഫാസ്റ്റ് ആയിട്ട് ഇമേജുകൾ എടുക്കാൻ പറ്റുക. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സറിന്റെ പേരല്ല, പകരം ആ പ്രോസസ്സറിന്റെ പേര് കഴിഞ്ഞിട്ട് വരുന്ന സീരീസ് ഉണ്ടല്ലോ. ഇപ്പൊ സ്നാപ്ഡ്രാഗണിന്റെ തന്നെയാണെങ്കിലും 4 സീരീസ് ഒന്നും എടുക്കരുത്, 6 സീരീസും എടുക്കാൻ പാടില്ല. 7 സീരീസിൽ തന്നെ 7 Gen 3 എടുക്കാവുള്ളൂ. 7 Gen 1, 7 Gen 2 എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി കുറെ പ്രോസസ്സറുകളാണ്. അതൊക്കെ വളരെ ലോ അല്ലെങ്കിൽ ചെറിയ പെർഫോമൻസ് വരുന്ന പ്രോസസ്സറുകളാണ്. അപ്പൊ നിങ്ങൾ ഇനി തൊട്ട് ഫോണുകൾ എടുക്കാൻ പോകുമ്പോൾ അത് മീഡിയടെക് ആയിക്കോട്ടെ ഏതാണെങ്കിലും അതിന്റെ ആൻഡ്രോയിഡ് സ്കോർ ചെക്ക് ചെയ്ത ശേഷം മാത്രം എടുക്കുക. കാരണം സ്നാപ്ഡ്രാഗൺ ആണെന്നും കരുതി കണ്ണും അടച്ചെടുക്കാൻ പാടില്ല, കാരണം നിങ്ങൾ ചതിക്കപ്പെടും.